ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ തിരികെ വീട്ടിലേക്ക് പോയതിനു ശേഷം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, അതെ എന്തായാലും എനിക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ റൂമിലായിപ്പോയി, ഞാൻ ഇതിൻ്റെ ഉള്ളിലായിപ്പോയി. എനിക്ക് ചില ദുഷ്ടന്മാരോട് നുണ പറഞ്ഞത് കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കല്യാണി എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വന്ദനയാണ് കാണിക്കുന്നത്. വന്ദന അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നിഷയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിഷയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ചതിച്ച അവനെ, ആ മനോഹറിനെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കിട്ടുന്നത്, അവനെ പറ്റിക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് ഞാൻ ഈ വേഷം ഞാൻ ആസ്വദിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കാർത്തികയെ വിളിച്ചിട്ട് ഗംഗപ്രസാദ് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആളുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ കയ്യിൽ നിന്ന് എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നീട് ഗംഗപ്രസാദ് കിരണിനെ കാണാൻ വീണ്ടും എത്തുന്നുണ്ട്. അങ്ങനെ കിരണിനെ കാണുന്ന സമയത്ത് കാർത്തികയുടെയും ഗംഗപ്രസാദിന്റെയും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരു സംസാര വിഷയം ആവുന്നുണ്ട്. അപ്പോൾ കല്യാണിയോടായിട്ട് ഗംഗപ്രസാദ് പറയുകയാണ്, അതെ ഒരേ അച്ഛൻ്റെ മക്കളാണ് ഈ പറയുന്ന അച്ഛൻ്റെ സ്വത്തുക്കൾ ഈ രണ്ടുപേർക്കും അവകാശമുണ്ട്. കാർത്തികയ്ക്ക് ആണെങ്കിലും ഗംഗപ്രസാദിനാണെങ്കിലും. അപ്പോൾ അയാളുടെ സ്വന്തം മകൻ എന്ന് പറയുന്നത് ഗംഗപ്രസാദ് അല്ലേ, അപ്പൊ അയാൾക്കല്ലേ കൂടുതൽ ആ സ്വത്തിനോട് അവകാശം വേണ്ടത്, അത് എതിർക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് കിരൺ എന്തോ സംശയം തോന്നുന്നുണ്ട്. കിരൺ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതിയിട്ടാണല്ലോ ഗംഗപ്രസാദ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. കിരണിന് നല്ല ഡൗട്ട് ഉണ്ട് അപ്പൊ ഈ ഗംഗപ്രസാദിനെ പറ്റിയിട്ട്. എന്തായാലും ഉടനെ തന്നെ ഇവൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പോവുകയാണ് അവരൊക്കെ. അങ്ങനെയൊക്കെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.